ഇതെന്താ സംഭവം നോക്കട്ടെ. അയ്യോ വവ്വാലിനെ കണ്ട. അല്ല ആൽമരത്തിലല്ലേ യക്ഷി ഉണ്ടാവുക. ഇതിൻ്റെ അകത്ത് എന്താന്നുള്ള ഒരു ആകാംക്ഷ. എനിക്ക് ഇവിടെ ഒരു പാറയുണ്ട്. വലിയൊരു ഗുഹയാന്ന് തോന്നുന്നു കേട്ടോ ഇത്. ഇതിന്റെ അകത്തൊന്ന് പോയി നോക്കിയാലോ. നോക്കട്ടെ ഇതിന്റെ അകത്ത് എന്താ ഉള്ളത് നോക്കട്ടെ. ഇതെന്താ സംഭവം നോക്കട്ടെ. പൊന്നെ ഇതെന്താ ഇത്? മണിമാളിക. ഇതല്ലേ മണിമാളിക പോലെ ഉണ്ടല്ലോ. ഓവൽ വവ്വാലിന്റെ കോട്ടയാന്ന് തോന്നുന്നു. എത്ര വവ്വാലാ നോക്കിയട്ടെ. അതൊക്കെ അവിടെ തൂങ്ങിക്കുന്ന ഒരുപാട് വവ്വാലുണ്ട് കേട്ടാ. ഒരു വല്ലാത്ത സ്മെല്ലും. മുഖത്ത് വന്നടിക്കോ. എത്ര എണ്ണ? നോക്കിട്ടോ. എന്താ സ്ഥിതി? നല്ല വലിപ്പമുണ്ട്. ഇതൊക്കെ ഒരു ഡൈനിങ് ടേബിൾ പോലെ പാറ. ഇവിടുന്ന് കുക്ക് ചെയ്യാനും പറ്റും. ഓ സെറ്റപ്പ് സ്ഥലാട്ടാ. ഇങ്ങോട്ടൊന്ന് അടിക്കണ കാണുന്നില്ല. സ്ലിപ്പല്ല. നോക്കി നടക്കട്ടോ. സ്ഥലം സൂപ്പറാ. ഒരു പാറ ഉണ്ടോ നല്ല ഡൈനിങ് ടേബിൾ പോലെ. ഇതിൻ്റെ മേലെ ഇരിക്കാം അല്ലേ? അതിൻ്റെ മേളിൽ ഇരിക്കാനോ? എൻ്റെ മോനെ തളർന്നില്ലേ? എവിടെയെങ്കിലും ഇരുന്നൂടെ? നോക്കിയാ മേലോട്ട് നോക്കിയാ. ലൈറ്റ് എത്തിക്കട്ടെ. ഓ അവിടെ ഒരു മരം. നമുക്ക് ഇവിടെ തന്നെ ആക്കാം അല്ലേ? മടുത്തല്ലേ പൊന്നെ. എന്തെങ്കിലും ജീവികൾ കയറി വരുമോ രാത്രി? പന്നിയോ? അല്ല പന്നിയൊക്കെ രാത്രി പുറത്തിറങ്ങല്ലേ അല്ലേ? പന്നി രാത്രി കൂട്ടുന്ന പുറത്തിറങ്ങല്ലേ? വവ്വാലിന്റെ സ്മെല്ലാന്ന് തോന്നുന്നു. ഒരു പൂച്ചനെ മണക്കുന്ന പോലെ ഒരു എന്താ ഒരു പൂച്ചന്റെ ഒരു മണയില്ലേ? പട്ടി പൂച്ച. എനിക്കെന്തോ ഒരു ഭീകരാന്തരീക്ഷ തോന്നുന്നു കേട്ടോ ഇവിടെ. എനിക്കും. ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാല്ലേ? ഇനി നടക്കണ്ടല്ലോ പുറത്ത്? വേണ്ട. അപ്പൊ ഒന്നും അങ്ങനെ ചെയ്യും. ഞാൻ ഈ ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. ബാഗ് അയച്ച് ഇവിടെ വെക്കല്ലേ? ലൈറ്റ് എവിടെയും വന്ന് തൂക്കി ഈ പറമ്പകളത്തിട്ടെ അവിടെ വെക്കാൻ പറ്റുമോ? ഓ ചെറിയൊരു കമ്പ് ആണോ? ഉണ്ടല്ലേ? ഓ സെറ്റായില്ലോ. പോരെ? വാവ് അടിപൊളി. നീ ലൈറ്റ് കൂടി സെറ്റാക്കണം. അങ്ങോട്ടേക്ക് മാറിയിരിക്കട്ടെ. ഓ എൻ്റെ പൊന്നെ ബാഗ് ഇവിടെ വെക്കും. പെട്ടെന്ന് പേടിച്ചു പോയി. പല്ലിയായിരുന്നു കേട്ടോ. നല്ല കറുത്ത പല്ലി.
ഇവിടെ തന്നെ പറ്റൂടാ. ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ പുറത്ത് കൊടും കാട്, ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു സേഫായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ വവ്വാലിൻ്റെ സ്മെല്ല്, വവ്വാലാണോ എന്താണെന്ന് അറിയില്ല, ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഞാനിവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ അഭയം. വേറൊരു രക്ഷയില്ല. പുറത്ത് മഴ പെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ഷെൽട്ടർ കിട്ടിയാലേ പറ്റും. അപ്പം കണ്ടുപിടിച്ചത് ഈ ഗുഹയാണ്. ഒരു 100 ആളെ കപ്പാസിറ്റി, എന്താ പറയുക, ചുരുങ്ങിയ 100 ആളെ കപ്പാസിറ്റി എന്തായാലും ഉണ്ട്. അതിൽ കൂടുതൽ ആൾ വേണമെങ്കിലും കിടക്കാം. അത്രക്കും വലിപ്പമുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓരോ ഭാഗത്തേക്ക് ദിശയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ ജീവികളിലൊന്നും അറിയില്ലേ. ഞങ്ങൾ ജസ്റ്റ് കയറി ആദ്യം ഒന്ന് ഒച്ചൊക്കെ ഉണ്ടാക്കി നോക്കി, എന്നിട്ട് കയറി കല്ലൊക്കെ എറിഞ്ഞ് നോക്കി. അപ്പം പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. കുറേ വവ്വാലുണ്ടായിരുന്നു, പറന്നു പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തലേൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പം ഇനി ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാനുള്ള പരിപാടി നോക്കണം. ഫുഡൊന്നും കഴിക്കണമെന്നില്ല. 2 ചോളം ഉണ്ട് ബാഗിൽ. അപ്പോൾ അത് ചുട്ട് കഴിക്കണമെന്നുണ്ട്. പക്ഷേ ഈ ഗുഹക്കുള്ളിൽ ചുട്ട് കഴിക്കാൻ പറ്റില്ല. ഇത് പുക മേലെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ നോക്കിയിട്ട് ആ സൈഡിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഒന്ന് ചുട്ട് കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ലെങ്കിൽ ഇതിൻ്റെ ആ വെളിയിൽ പിന്നെ പുറത്ത് ഇറങ്ങിയിട്ട് പിന്നെ ചൂടേണ്ടി വരും. നോക്കാം. അപ്പം വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി. നല്ല ഹൊററായിട്ടുള്ള ആംബിയൻസ് ആണ്. ഹൊററുമാണ്, ടെറിബിളാണ്, എല്ലാം ഉണ്ട്. അപ്പോൾ ശരി. ഇത് വരില്ല. ഇപ്പോൾ കുറച്ചൊരു ആശ്വാസമായത്. ഇവിടെ ഇങ്ങനെ ഒരു മരത്തിൻ്റെ വേരിങ്ങ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ആ വേരിൽ കൂടെ തന്നെ ഉറവ ഇങ്ങനെ ഒലിച്ച് വരികയാണ്. ഈ ചെളിയിൽ എന്തിൻ്റെയോ കാൽപ്പാടൊക്കെ കാണുന്നുണ്ട്. എന്തോ കുറുക്കനാ, പന്നിയാ, എന്തെങ്കിലും ആയിരിക്കും. നോക്കാം. കയറട്ടെ. ഇവിടെ ഒരു നല്ല ഒരു പാറയുണ്ട്. ഓ, ഇവിടെ ഉണ്ടോ? ഇവിടെ കിടക്കാം. ആ, ഓക്കെ ഓക്കെ. ഇവിടെ ഒരു പാറയുണ്ട്. ഇതിനകത്ത് പുള്ളി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു പാറയുണ്ട്. ഇത് വലിയ ഇതൊന്നുമില്ല, എന്നാലും തൽക്കാലത്തേക്കൊന്ന് തലചായ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെയാണ് വെള്ളക്കെട്ടുള്ളത്. ഭയങ്കര ഇരുട്ടാണ്, ഒന്നും കാണുന്നില്ല. പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്, ആ ഏരിയയിൽ നിന്ന്, ആ റൂട്ടിൽ നിന്നാണ് വന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഒന്ന് തലചായ്ക്കണം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ഇവിടെ ഭയങ്കര സ്മെല്ല്, വവ്വാലിൻ്റെ സ്മെല്ലാന്ന് തോന്നുന്നുണ്ട്. നാല് ഭാഗത്തും ഗുഹയാണ് കേട്ടോ. ഇങ്ങോട്ടൊരു ഗുഹ പോകുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അങ്ങോട്ടേക്ക് ഞങ്ങൾ വന്ന വഴി, ഇനി ഇങ്ങോട്ടേക്കും പോകുന്നുണ്ട്. ഏത് ഭാഗത്ത് നിന്ന് എന്താ വരാമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഉള്ളതുപോലെ എന്തെങ്കിലും ചെയ്യാം. ഇരുന്നുറങ്ങേണ്ടി വരും. കിടക്കാൻ എന്താ പറ്റില്ല. രാജനും മറ്റേ മലമ്പാമ്പൊക്കെ ഉണ്ടാവുമേ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ മേലൊക്കെ കണ്ട. അപ്പോൾ ഓക്കെ, ഉറങ്ങാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ആക്കട്ടെ. അത് മറന്നുപോയി, ഒരു ചോളമുണ്ട്, അത് ചുട്ട് കഴിക്കാം. എന്തായാലും കൊണ്ടുവന്നല്ലേ. അപ്പം നടന്നിട്ടുള്ള ക്ഷീണമുണ്ടേ, അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം. ഓക്കെ, ചോളായാ? നമ്മളെ പണിക്കാരൻ മിസ്റ്റർ ഇവിടെ ചോളം ചുട്ടുകൊണ്ടിരിക്കുക.
നല്ല വേര് നോക്കിയട്ടെ മരത്തിൻ്റെ. ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ തുളഞ്ഞ് കയറി വന്നായിരിക്കും അല്ലേ? ആൽമര അല്ലേ? അല്ല ആൽമരത്തിലല്ലേ യക്ഷി ഉണ്ടാവുക? പാലയിലാ? നിങ്ങൾക്ക് പേടിയുണ്ടോ യക്ഷീന? നിങ്ങളോടല്ല, ഞാൻ വ്യൂവേഴ്സിനോടായിരിക്കും. പുള്ളിക്ക് പേടിയാ, അതെനിക്കറിയാം. യക്ഷിയല്ല നമ്മുടെ സുഹൃത്തല്ലേ? നിന്റെ സുഹൃത്തായിരിക്കും. എൻ്റെ സുഹൃത്ത്, നിങ്ങളെ സുഹൃത്തല്ല. നിനക്ക് പ്രേതം, യക്ഷി, മൃഗങ്ങള്, കാട് ഇതൊക്കെയാണ് എനിക്കിഷ്ടം. ഭ്രാന്ത്, ചുരുക്കി പറഞ്ഞ ഭ്രാന്ത്. യക്ഷി ഞാൻ വെറുതെ പറഞ്ഞാണേ. പേടിയില്ല എന്നല്ല, ബഹുമാനുണ്ട്. പേടിയില്ല, ബഹുമാനുണ്ട്. ബഹുമാനിക്കുന്നു. കഴിച്ച് കഴിയാനായപ്പോൾ പുള്ളി നാരങ്ങ തന്നത്. ഞാനാ പുള്ളിക്ക് നാരങ്ങ കൊടുത്തത്, എന്നിട്ട് എനിക്ക് നാരങ്ങ തന്നില്ല. അങ്ങനെ പറഞ്ഞോ? ആ ഞാൻ എന്തായാലും ഉറങ്ങാൻ പോകുന്നില്ല. ജസ്റ്റ് പോയിട്ട് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരിക്കുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് തലയാഴ്ച കിടക്കുക. ഉറങ്ങൂല, ഉറങ്ങാൻ പറ്റില്ല, ഇവിടെ റിസ്ക്കാണ്. ഇപ്പം ഇവിടുത്തെ വിശേഷം ചോളം എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തത്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് കാടാണ്, അപ്പോൾ ആ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഉള്ളിലേക്ക് വന്നത്. ഇവിടെ ആകുമ്പം കുറച്ചൊരു ക്ലോസ്ഡ് ആണല്ലോ. ഇപ്പോൾ രണ്ടുപേരും ഉണ്ട്, പിന്നെ മാത്രമല്ല കയ്യിൽ അത്യാവശ്യത്തിന് എല്ലാ ടൂൾസും ഉണ്ട്. പിന്നെ അതും ഇതൊക്കെ ഉണ്ട്, പെപ്പർ സ്പ്രേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റിക്ക് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം അടുത്ത് വെച്ചിട്ടേ കിടക്കുന്നുള്ളൂ. നല്ല ക്ഷീണം, ഭയങ്കര ക്ഷീണം. എന്നാൽ പിന്നെ എല്ലാം പറഞ്ഞ പോലെ അത് ഉറക്കം വന്നാണെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. മിക്കവാറും ഇരിക്കാനാണ് ചാൻസ്. എങ്ങനെയുണ്ട് ഗുഹ? എങ്ങനെയുണ്ട്? എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. നിങ്ങളെല്ലാം പിന്നെന്താ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതേപോലുള്ള നല്ല അടിപൊളി അഡ്വഞ്ചറായിട്ട് ഇനിയും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്, കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ത്രില്ല് വരുന്നത്. കമൻറ്റ് കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുമല്ലോ, അപ്പോൾ കൂടുതൽ ചെയ്യാനൊരു ആഗ്രഹം വരുന്നു. അപ്പോൾ ആ കമൻറ്റ് ഇല്ലാത്ത കാണുമ്പോൾ ഞങ്ങൾക്കൊരു ത്രില്ലില്ല. പുതിയ വീഡിയോ ചെയ്യാനും പുതിയ ക്യാമ്പിങ് ചെയ്യാനൊക്കെ ക്യാമ്പിങ് ഞാൻ ചെയ്യും, പക്ഷേ വീഡിയോ ചെയ്ത് ഡോക്യുമെൻ്റ് ആക്കാനുള്ള ഒരു ത്രില്ല് വരുന്നില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ത്രില്ലിൽ പോയിട്ട് ആവേശം കൊണ്ട് പോയിട്ട് ചെയ്യാനുള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കുക, പിന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സഹായിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. നീ ഇരിക്കുന്ന വീഡിയോ കണ്ടിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് നേരം ഇവിടെ ഇരിക്കും, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിടക്കും. ഈ പാറയിൽ കിടക്കാമെന്ന് വിചാരിച്ചാൽ കിടക്കാനൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞിങ്ങനെ അവിടെ കിടക്കുക. ഓക്കെ, എൻ്റെ ലൈറ്റ് ഉണ്ട്, മറ്റേ ഇതില്ലേ റാന്തൽ ലൈറ്റ് പോലെ, അതൊന്നും ഇവിടെ എവിടെയെങ്കിലും ഹാങ് ചെയ്യണം. പിന്നെ ഉറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഇതെങ്ങനെ ഒഴിവാക്കാനാ? ഇത് തുറക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കുറേ നേരമായിട്ട് ശ്രമിക്കുക. കട്ടൊന്നും ചെയ്യണ്ട, നല്ല പാത്രം ഇത്. ഇതിൻ്റെ അല്ല, ഞാനിങ്ങനെ 5 മിനിറ്റ് കൂടിയിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കാം, തുറക്കാൻ പറ്റുമെന്നുള്ള. നിധിയാണോന്നറിയില്ല, ഇത് തിരിഞ്ഞിട്ട് ഇങ്ങ് വരുന്നില്ല, അതാണ് പ്രശ്നം. കല്ലുമ്മലടിച്ച് ഇടിച്ചിടിച്ച് ഇവിടെ മൊത്തം കലയായി. അതാ നാശമായി പോ. അതാണ്. എന്തായാലും ഇത് കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാനും കിട്ടില്ല, ബെൻഡായി പോ. കുറച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പോയിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ഇങ്ങനെ വെച്ചതാ. നോക്കാം. എന്തായാലും ഇത് ഞാൻ തുറന്നിട്ടേ പോവും. ഇതിനകത്ത് കാര്യമായ എന്തോ കനമായിട്ട് എന്തോ ഉണ്ട്, പറയാൻ പറ്റില്ല. എന്തായാലും ഇരിക്കട്ടെ, കിട്ടിയ ലോട്ടറി അല്ലേ. അപ്പോൾ കിടക്കട്ടെ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ചാരി കിടക്കല്ലേ. ഉറക്കം വരുന്നില്ല. ഇല്ല, ഉറക്കം എന്തായാലും വരുന്നില്ല. കുറച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടി. ഒളിച്ചു പോകുന്നല്ലോ. 5:50 ഓയ് ഒളിച്ചു പോകുന്നേട്ടാ. മോനെ പുറക്കെ ഒളിക്കി. 5:50 എത്ര മണിക്കാ ഉറങ്ങിപ്പോയെന്ന് എനിക്കല്ലോ. 6 മണിയാണ്. 5:50. ഞാനൊരു ശകലം പോലും ഉറങ്ങിയില്ല. ഞാൻ ഉറങ്ങിപ്പോയതാണ്. ഞാൻ ഉറങ്ങിയില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങിപ്പോയി. അതിന്റെ അടുത്ത് ഇവിടെ ഒരു ചാക്ക്, ഒരു വെള്ള കളറ്, അതുകൊണ്ടൊന്ന് പേടിച്ചാ. ഞാൻ ഉറങ്ങിയിട്ട് ഇങ്ങനെ കണ്ണങ്ങ് തുറന്നു നോക്കുമ്പോ മുമ്പിലൊരു വെള്ള രൂപം. ഈ പാറയിലാണ് ഇപ്പം ഞാൻ കിടന്നത്. ഇത് ഇതിൻ്റെ മേലെ കിടന്നിട്ട് പുറക്കാണല്ലോ വേണം. പിന്നെ ലൈറ്റ് എല്ലാം അതേപോലെ തന്നെ കത്തുന്നുണ്ട്. 2 ലൈറ്റ് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ വെള്ളക്കെട്ടുണ്ട്. നില കണ്ട കാണുന്നുണ്ടെന്ന് അറിയില്ല, ഭയങ്കര ഇരുട്ടാണ്. വേറൊരു സംഭവം കാണിച്ചുതരാം. ഞാൻ ഈ കിടന്നതിൻ്റെ തൊട്ട് പിന്നിൽ കണ്ട ഇവിടെ ഒരു ചാക്ക്. ഞാൻ പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോൾ പെട്ടെന്ന് ചാക്ക് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. ഇതെന്താ ഇത്? ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഒലിച്ച് വന്നാന്ന് തോന്നുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഒഴുക്കൊണ്ട് മഴയത്തൊക്കെ പെരുമഴ പെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഒലിച്ച് വന്നതാണ്. ഇതിങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഒന്നും വരില്ല. എന്താ ഭയങ്കര കുടുങ്ങി കിടക്കുക. ഇതാണ് പുറത്തുള്ള വ്യൂ കേട്ടാ. എന്താ ഇതാണ് നിങ്ങൾ കിടന്ന കേവ്. ഇതിൻ്റെ അകത്തോട്ട് ഇവിടെ നിന്ന് ഞാൻ വന്നതിപ്പോൾ. എന്താ ഇവിടൊക്കെ വേര് കണ്ട. ഈ മരമൊക്കെ പാറയിലേക്ക് വളർന്നു വന്നണ്ട മരം. ഈ കേവ് ഇങ്ങനെ അവിടം വരെ ഉണ്ട് കേവ്. കണ്ട ഈ കേവ് ഇങ്ങനെ പോവാൻ അവിടം വരെ. ഇത് ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്. ഇങ്ങനെ ഭാഗം വരെ കേവാ. ഒരു 100 ആൾക്ക് സുഖമായിട്ട് താമസിക്കാം, അത്രക്കും സൈസ് ഉണ്ട്.
100 ആള് സുഖമായിട്ട് താമസിക്കാൻ പറ്റും അതിൻ്റെ അകത്ത്. ഓ കുയി വെള്ളച്ചാട്ടം കണ്ട. നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ. വെള്ളം കണ്ട, നല്ല അടിപൊളി വെള്ളച്ചാട്ടാ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കാഴ്ചകൾ കേട്ടോ. പിന്നെ നിങ്ങൾ കിടന്ന കേവ് ഇതാണ്, ഞാൻ കാണിച്ചല്ലോ. അപ്പം ഇനി ഇവിടുന്ന് നീങ്ങിയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രക്ക് ചെയ്ത് പോകണം. അപ്പം കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ഒരുപാട് ആളുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി പെട്ടെന്ന് തന്നെ ഇവിടുന്ന് നീങ്ങട്ടെ. ഈ ഗുഹക്കകത്ത് ഭയങ്കര സ്മെല്ല്, വവ്വാലിൻ്റെ അങ്ങനെ എന്തോ സ്മെല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോട്ടെ ഇവിടുന്ന്. ഓക്കെ, അപ്പം ഞങ്ങളുടെ സ്ട്രഗിളിനുള്ള റിവാർഡ് തരേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നാലേ ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഭയങ്കര സ്മെല്ല്. എന്നാൽ പോട്ടെ. എവിടെ പോയത്? പാത്ര? ആ, ഇവിടെ പാത്രത്തിന്റെ കളിയാണല്ലോ. ഇത് വെള്ളം കുത്തി ഒലിച്ചു വരല്ലേ. അപ്പൊ ഇവിടെ നിന്ന് തുറന്നു നോക്കിയാ. ആ
പെട്ടെന്ന് തുറക്കാനും കിട്ടിയതാ. ഓ പക്ഷെ എനിക്ക് കിട്ടിയ ഇതില്ല ഡബ്ബ, അത് കുലുങ്ങുന്നുണ്ട്. അതിപ്പോ എന്താണല്ലോ നോക്കണം. അതിന്റെ ഒരു പിന്നെ പ്രതീക്ഷയില ഞാൻ നിക്കുന്നത്. ഒരു സ്വർണ്ണം എന്തെങ്കിലും കിട്ടിയില്ലെങ്കിലേ. ആ ഇനി ഇവിടുന്ന് പെട്ടെന്ന് വിടാല്ലേ? ബാഗെല്ലാം എല്ലാം എടുത്തു വെച്ചല്ലേ? ബാഗെല്ലാം എടുത്തു വെച്ചാ. ലൈറ്റ് ഒക്കെ എടുക്ക്. ആ ലൈറ്റ് എടുക്കണം, ലൈറ്റ് എടുക്കണം. എന്തായാലും പാത്രം കിട്ടി. അതിലെന്തെങ്കിലും ഇട്ട് വെക്കല്ലേ? എനിക്ക് ഇട്ട് വെക്കാനല്ല, എനിക്ക് അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അറിയണം, അതാണ്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടല്ലേ? പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാം, ഭയങ്കര മണം വിടാം. ഇവിടുന്ന് വിടാം. നീ ഇവിടെ നിക്കണ്ട, ഈ ഇരുട്ടത്ത് എങ്ങനെ നിക്കാനാ? ഇതിപ്പോ ഇതിന്റെ അകത്ത് ഇപ്പോ രാത്രി ആയ പോലെ തന്നെ ഉണ്ട്. ഇതിന്റെ അകത്ത് നിൽക്കുമ്പോ ഇപ്പോ രാത്രി പോലെ തന്നെ ഉണ്ട്. വെളിച്ചത്തിലേക്ക് കിടക്ക. എന്തെങ്കിലും കഴിക്കണം, എനിക്കും വിശക്കുന്നുണ്ട്. പുറത്തിറങ്ങിട്ടേ കുറച്ചങ്ങോട്ട് നടന്നിട്ട് നോക്കാം. ഇല്ല. അപ്പോ കാണുന്ന ആളോട് പറയാനുള്ളത്, ഇത് പുതുതായിട്ട് വീഡിയോ കാണുന്ന ആളാണെങ്കിൽ ഇതിന് മുമ്പും കുറച്ച് ഭാഗങ്ങളുണ്ട് കേട്ടോ വീഡിയോയുടെ. അപ്പൊ അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞങ്ങളെ ഈ ഇത് എന്താ പറയാ യാത്ര. അപ്പൊ കാടിലൂടെയുള്ള യാത്രയാണ്. ഇതിപ്പോ സീരീസ് ആയിട്ടാണ് ഇടുന്നത്, എപ്പിസോഡ് വൈസ് ആണ് ഇടുന്നത്. എന്താ പറഞ്ഞാല് ലോങ് ആവുമല്ലോ, വീഡിയോ ലെങ്ത് ആവുമല്ലോ. അപ്പൊ എപ്പിസോഡ് വൈസ് ഇട്ടേ പറ്റൂ. മാക്സിമം കട്ട് ചെയ്തിട്ടാണ് ഒരു 30 മിനിറ്റിന്റെ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഇട്ട് കാണാന്. അതെ 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 അതെ. അപ്പൊ ഇനി ഞങ്ങള് നേരെ ഇറങ്ങി, ഞങ്ങള് നേരെ അടുത്ത കാട്ടിലോട്ടാണ് പോണത്. അവിടെ പോയി റെസ്റ്റ് എടുക്കണം, ഒന്ന് കുക്ക് ചെയ്യണം. അതെ, അങ്ങനെ കുറച്ച് പരിപാടിയാണ്. അപ്പൊ നമുക്ക് എന്നാ വിട്ടാലോ? വിടാല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ. എല്ലാരും കട്ടക്ക് കൂടെ ഉണ്ടാവണം, എന്നാലേ ഞങ്ങൾക്ക് നല്ല അതെ കൂടുതൽ. അല്ലെങ്കിൽ പിന്നെ ഒരു മൂഡ് ഔട്ട് ആയിരിക്കും. ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ള ഒരു ലെവലിലാവും. അതുകൊണ്ടാണ് കേട്ടാ. എല്ലാവരും പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടാ. ഓക്കെ. ആ ശ്രദ്ധിച്ച് ഓ സ്ലിപ്പാകുന്നുണ്ട്. ശ്രദ്ധിച്ച് കയറണേ. ഇറങ്ങി വന്നപ്പോ ഇങ്ങനെ ഇത് മഴ പെയ്തിട്ട് ഒന്നും കൂടി ഇതായില്ലേ, മഴന്റെ വെള്ളം ഒലിച്ചു വന്നിട്ടേ. അയ്യോ, വൈക്കുവാ നോക്കണേ. ശ്രദ്ധിച്ച് ഈ ബാഗ് ഇട്ടിട്ട് ഇതങ്ങനെ കയറും, അതാ പ്രശ്നം. വെളിച്ചം കണ്ടപ്പോ എന്തൊരു സന്തോഷാട്ടാ. നല്ല മഞ്ഞുണ്ടല്ലോ. ആ എന്റെ പൊന്നെ,
ഓ നോക്കി നോക്കി ആ കുഴിയുടെ കുഴി. വെള്ളക്കെട്ട് പിന്നെയും തുടങ്ങിയല്ലോ.